Okay. So last class we problems are the first module. Today we will discuss problems on in second module. Second module ഒരുപാട് ഏരിയാസ് ഉണ്ട് പ്രോബ്ലംസ് വരുന്ന അതിൽ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഫിക്സ് ലോ ആണ്. ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. അതുകൂടാണ്ട് നമുക്ക് എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ അത് നോക്കാം. അപ്പോൾ ഇന്നത്തെ പ്രോബ്ലംസ് ഫിക്സ് ലോ വെച്ചിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫിക്സ് ലോ എന്താണ്. ഫിക്സ് ലോ ഫിക്സ് ലോ നമ്മൾ 2 ലോസ് പഠിച്ചിട്ടുണ്ടല്ലേ ഫിക്സ് ലോ അല്ലേ? ഏതൊക്കെയാണ് 2 ലോസ്? ആർക്കും പറയാൻ പറ്റുമോ? ഫിക്സ് ഫസ്റ്റ് ലോ ഉണ്ട്, ഫിക്സ് സെക്കൻഡ് ലോ ഓൾസോ ഈസ് ദയർ അല്ലേ? ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ. അപ്പോൾ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഈ സെക്കൻഡ് മൊഡ്യൂളിൽ നോക്കിയതാണ്. എന്താണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മൈഗ്രേഷൻ ഓഫ് ആറ്റംസ് ഫ്രം from a lattice site to another lattice site അല്ലേ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ മൈഗ്രേഷൻ ഓഫ് ആറ്റംസ്. സോ അപ്പോൾ ഈ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ദർ വിൽ ബി അതൊരു ടൈം ഡിപ്പെൻഡൻ്റ് ആണല്ലേ? ദർ വിൽ ബി എ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ, ദർ വിൽ ബി എൻ ഏരിയ ഓഫ് ഡിഫ്യൂഷൻ അല്ലേ? ഇത് ഡിഫ്യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും. ദർ വിൽ ബി എ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് എന്താണ് ഫിക്സ് ലോസ് ഉണ്ടല്ലേ? ഡിഫ്യൂഷൻ റേറ്റും മനസ്സിലാക്കാൻ വേണ്ടി ഫിക്സ് ലോ ഉണ്ട് അല്ലേ? സോ ദർ ആർ 2 ലോസ് ഓഫ് ഫിക്സ്. ഫസ്റ്റ് വൺ ഈസ് എ ഫിക്സ് ഫസ്റ്റ് ലോ ഫോർ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ. അപ്പോൾ ഫിക്സ് ഫസ്റ്റ് ലോ വെച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ് ഫിക്സ് ഈ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ എന്താണെന്ന് പറയുന്നത്? വെൻ ഡിഫ്യൂഷൻ ഫ്ലക്സ്. അപ്പോൾ ഈ ഓരോ ടേംസ് നമുക്ക് അറിയുന്നതാണ് അല്ലേ? കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, ഡിഫ്യൂഷൻ ഫ്ലക്സ്, ഇതൊക്കെ നമുക്ക് അറിയുന്ന ടേംസ് ആണ്. വെൻ ഡിഫ്യൂഷൻ ഫ്ലക്സ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം, that means a steady state condition exists. So when steady state diffusion in a single direction is assumed, the flux is proportional to the concentration gradient. Okay, well, delta C is the change in concentration, delta H is the change in the dimension, the length, the difference in the two or the thickness of the thickness through which the diffusion is happening. So that is the constant of proportionality termed as the diffusion coefficient. The negative sign indicates that mass flow is taking place from higher concentration region to low concentration region or down the concentration gradient. Hence, Fick's first law of diffusion is expressed as J equal to minus T into dou C by dou H. This is the first law or Fick's first law of diffusion. Okay. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും ഒന്ന് എഴുതിയേ. ക്വസ്റ്റ്യൻ കാണുന്നില്ല എല്ലാവർക്കും? ക്വസ്റ്റ്യൻ കാണാലോ? ഓക്കെ. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയേ. എ 5 mm thick palladium sheet, a 5 mm thick palladium sheet with a cross-sectional area of 0.2 meter square, with a cross-sectional area of 0.2 meter square, is used as a steady state diffusional membrane for purifying hydrogen. If the hydrogen concentration on the high pressure bracket impure gas, if the hydrogen concentration on the high pressure side of the sheet is 1.5 kilogram per meter cube, 1.5 kilogram per meter cube, and that on the low pressure side is that on the low pressure side is 0.3 kilogram per meter cube, that on the low pressure side is 0.3 kilogram per meter cube,
And the diffusion coefficient for hydrogen in palladium is and the diffusion coefficient for hydrogen in palladium is 1 into 10 raised to minus 8 meter square per second. Diffusion coefficient of hydrogen in palladium is 1 into 10 raised to minus 8 meter square per second. Comma, determine the mass of hydrogen being purified per hour. Determine the mass of hydrogen being purified per hour. എന്താ ഇവിടെ ചെയ്യുന്നത്? സോ ദർ ഇസ് എ പെല്ലാഡിയം ഷീറ്റ് അല്ലേ, ഒരു 5 mm തിക്നെസ്സിൽ പെല്ലാഡിയം ഷീറ്റ് ഉണ്ട്. സോ വി ഓൾസോ ഹാവ് hydrogen, concentrated hydrogen gas. So what we are doing is we are purifying the hydrogen അല്ലേ. പക്ഷേ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഈ മെംബ്രെയിനിലൂടെ അല്ലെങ്കിൽ പെല്ലാഡിയം ഷീറ്റിലൂടെ ഡിഫ്യൂസ് ചെയ്യും. ഇപ്പം എത്രയാണ് അതിൻ്റെ ഡിഫ്യൂഷൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്? കാരണം ഒരു ഹൈ കോൺസെൻട്രേഷൻ സൈഡും ഉണ്ട്, ഒരു ലോ കോൺസെൻട്രേഷൻ സൈഡും ഉണ്ട് അല്ലേ. അപ്പോൾ എത്രയാണ് ഇമ്പ്യൂർ ഗ്യാസ് സൈഡിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1.5 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ആൻഡ് ദാറ്റ് ഓൺ ദി other side, the low pressure side, it is 0.3 kilogram per meter cube. Okay, so ഒരു ഹൈ പ്രഷർ സൈഡിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ലോ പ്രഷർ സൈഡിൽ 0.3 ആണ്, കുറവാണ് കോൺസെൻട്രേഷൻ. സോ ഹൈഡ്രജൻ എന്താ ചെയ്യുന്നത്? ഡിഫ്യൂസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ അവിടത്തേക്ക് ഈ 5 mm തിക്ക് പെല്ലാഡിയം ഷീറ്റിലൂടെ. സോ ദ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഫോർ ദിസ് ഹൈഡ്രജൻ ഇൻ ദിസ് പെല്ലാഡിയം ഷീറ്റ് ഈസ് diffusion coefficient of hydrogen through this palladium sheet is 1 into 10 raised to minus 8 meter square per second. 1 into 10 raised to minus 8 meter square per second. ഒരു സെക്കൻഡിൽ മൂവ് ചെയ്യുന്ന അത്രയും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അത്രയും ഏരിയ ആണ് അല്ലേ. ഡിറ്റർമൈൻ ദ മാസ് ഓഫ് ഹൈഡ്രജൻ ബീങ് പ്യൂരിഫൈഡ് പെർ ഹവർ. അങ്ങനെയാണെങ്കിൽ 1 hour ആകുമ്പോൾ എത്രയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്, അല്ലെ ഹൈഡ്രജൻ അതിൻ്റെ എത്ര മാസ് ഓഫ് ഹൈഡ്രജൻ ആണ് പ്യൂരിഫൈ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിക്സ് ഫസ്റ്റ് ലോ ഓഫ് ഡിഫ്യൂഷൻ ഉപയോഗിക്കാം. ഇവിടെ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ക്യാപിറ്റൽ ഡി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്നാ ഫിക്സ് ഫസ്റ്റ് ലോ ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഈസ് we have fix first law for sir കാണുന്നില്ല? ഹലോ, കാണുന്നുണ്ടല്ലോ? സർ കാണുന്ന ക്വസ്റ്റ്യൻ എഴുതിയല്ലോ എല്ലാവരും? ഓക്കെ, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഈസ് ഇത്രയാണ് നമുക്കറിയുന്നതാണ്. ജെ ഈക്വൽ ടു മൈനസ് ഡി. എന്തിനാണ് നെഗറ്റീവ് സൈൻ കൊടുക്കുന്നത് നമുക്കറിയാം. ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡോ സി ബൈ ഡോ എച്ച്, ചേഞ്ച് ഇൻ ദി ലെങ്ത് അല്ലേ, ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ. സോ ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഇൻറ്റു ഡോ സി ബൈ ഡോ എച്ച്. സോ ഇൻ ദിസ് എക്സാമ്പിൾ വാട്ട് ഈസ് ഡോ സി ബൈ ഡോ എച്ച്? ഡോ സി ബൈ ഡോ എച്ച് വിൽ ബി ഈക്വൽ ടു എന്താ? ഡോ സി ബൈ ഡോ എച്ച് എന്താ ഉദ്ദേശിക്കുന്നത്? ചേഞ്ച് ഇൻ ദി കോൺസെൻട്രേഷൻ അല്ല, ഗ്രേഡിയന്റ് മീൻസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ടു ഡെൽറ്റ എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തൊക്കെ തന്നിട്ടില്ല? ഹൈഡ്രജൻ അല്ലെ, ഹൈ പ്രഷർ സൈഡും ലോ പ്രഷർ സൈഡും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം എന്താ എടുക്കാതെ? കോൺസെൻട്രേഷൻ ഓൺ ഹൈ പ്രഷർ സൈഡ് മൈനസ് കോൺസെൻട്രേഷൻ ഓൺ ലോ പ്രഷർ സൈഡ്. ഓക്കെ, ദാറ്റ് ഇസ് എ ചേഞ്ച് ഇൻ ദ കോൺസെൻട്രേഷൻ. ഓക്കെ, ടു ഡെൽറ്റ എച്ച് ചേഞ്ച് ഇൻ ദ ഡിസ്റ്റൻസ് ഡയമെൻഷൻ അല്ലെ, അത് എത്രയായിരുന്നു? ഡെൽറ്റ എച്ച് എന്ന് വെച്ചാൽ 0 മൈനസ് എച്ച്. ഓക്കെ, ഇനീഷ്യലി ഫസ്റ്റ് പോയിന്റ് 0 ആയിട്ട് എടുത്തു, 0 മൈനസ് എച്ച്. സോ ദാറ്റ് വിൽ ബി എത്രയായിരിക്കും? നമുക്കറിയാം ദാറ്റ് വിൽ ബി എത്രയായിരിക്കും? 1.5 അല്ലെ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. മൈനസ് സി എൽ എത്രയായിരിക്കും? 0.3. ദാറ്റ് ഈസ് ഓൾസോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ബൈ 0 മൈനസ് എച്ച് ഈസ് എത്രയായിരുന്നു? എച്ച്
തിക്നെസ് ഓഫ് ദ പല്ലേഡിയം ഷീറ്റ് എത്രയാണ് തിക്നെസ്? 5 mm അല്ലേ? ദാറ്റ് മീൻസ് 5 into 10 raised to minus 3. So that is the ഡോസി ബൈ ഡോ എച്ച് ടേം നമുക്കറിയാം അല്ലേ? കിട്ടി. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ എത്രയാണ് അതിൻ്റെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ ജെ എന്തായിരുന്നു നമുക്കറിയാം, മൈനസ് ഡി ഇൻറ്റു നേരത്തെ പറഞ്ഞ വാല്യൂ ഡോസി ബൈ ഡോ എച്ച് എന്ന് വെച്ചാൽ എങ്ങനെ എഴുതാം നമുക്ക്? മൈനസ് ഓഫ് ഡി എത്രയായിരുന്നു? 1 into 10 raised to minus 8 അല്ലേ? ഇൻറ്റു നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? ഈ വാല്യൂ പർട്ടിക്കുലർ വാല്യൂ കിട്ടും, അല്ലെങ്കിൽ 1.5 മൈനസ് 0.3 ബൈ minus 5 into 10 raised to minus 3. ഓക്കെ, എത്ര കിട്ടും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ? 2.4 into 10 raised to minus 6. ഓക്കെ, 2.4 into 10 raised to minus എത്രയാ? 6 അല്ലേ? മൈനസ് 6. ദാറ്റ് മച്ച് എത്രയാണ് കിട്ടുക നമുക്ക്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണെന്നുള്ളത്, മീറ്റർ ക്യൂബ് സെക്കൻഡ്. അതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഡിറ്റർമൈൻ ദ മാസ് ഓഫ് ഹൈഡ്രജൻ ആണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ? So how to determine the mass of hydrogen? That too, mass of hydrogen being purified per hour. Per hour എത്ര മാസ് ഓഫ് ഹൈഡ്രജൻ ആണ് പ്യൂരിഫൈ ചെയ്യുന്നത്? ഇപ്പോൾ വേറൊരു ഇക്വേഷൻ ഉണ്ട്, എന്താണ്? ടോട്ടൽ മാസ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കാൻ ടോട്ടൽ മാസ് വിൽ ബി ഈക്വൽ ടു ദി ജെ ഇൻറ്റു ദാറ്റ് മീൻസ് എത്രയാണോ അവിടെ കിട്ടിയ ഫ്ലക്സ് അല്ലേ, എത്രയാണോ അവിടെ കിട്ടിയ ഈ ഫ്ലക്സ് ഡെൻസിറ്റി that much times the cross sectional area. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാസ് ഓഫ് ദി ഹൈഡ്രജൻ കിട്ടും. മാസ് ഓഫ് ദ ഹൈഡ്രജൻ എത്രയാണ് കിട്ടുന്നത് നമുക്ക്? പെർ ഹവറാണ് കിട്ടേണ്ടത് അല്ലേ? സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി നമുക്കിപ്പോൾ ഇത് പെർ സെക്കൻഡിൽ കിട്ടിയാൽ നമ്മൾ യൂണിറ്റ് കൺവേർട്ട് ഇൻ ടു പെർ ഹവർ. ദാറ്റ് മീൻസ് 2.4 into 10 raised to minus 6 that much കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിനെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഹവറാക്കി മാറ്റണം. അപ്പോൾ താഴെ ഹവർ ആകുമ്പോൾ മുകളിൽ നമ്മൾ എത്രയോട് മൾട്ടിപ്ലൈ ചെയ്യണം? 60 into 60 3600. ദാറ്റ് മച്ച് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഹവർ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് എത്ര കിട്ടുന്നത് നോക്കി? എത്ര കിട്ടുന്നത്? എല്ലാവരും ചെയ്യണേ. ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് എല്ലാവരോടും കാണിക്കാൻ വേണ്ടി പറയും ചെയ്തത്. അതുകൂടാണ്ട് നിങ്ങൾ എഴുതിയൊക്കെ എനിക്ക് അത് PDF ആക്കിയിട്ട് ഫോട്ടോ എടുത്ത് PDF ആക്കിയിട്ട് സ്കാൻ ചെയ്തിട്ട് അയച്ചു തരും വേണം. അതുകൊണ്ട് നിങ്ങളെ നോട്ടിൽ തന്നെ ഇത് എഴുതുക. Okay, 8.64 into 10 raised to minus 3. That much kilogram per meter cube hour. അല്ലേ? ഇത്ര നമുക്ക് കിട്ടുന്ന വാല്യൂ. പക്ഷെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ മാസ് ഓഫ് ഹൈഡ്രജൻ കിട്ടണം. ദാറ്റ് മീൻസ് ടോട്ടൽ മാസ് ഓഫ് hydrogen being purified will be equal to, that is m. It will be equal to that much times flux into the cross sectional area A. Flux into cross sectional area A. എത്ര കിട്ടും നമുക്ക്? which will be equal to 8.64 into 10 raised to minus 3 kilogram per meter cube hour into 0.2 meter square. കാരണം ഓൾറെഡി നമുക്ക് ആ ഷീറ്റിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 0.2 മീറ്റർ സ്ക്വയർ അല്ലേ? സോ ഫൈനൽ ആൻസർ ആസ് എത്ര കിട്ടും നോക്കിയേ? സിക്സ്റ്റീൻ 17 ആ ഒരു റേഞ്ചിൽ കിട്ടും, അല്ലെങ്കിൽ 1.6 1.7 അല്ലേ? 1.7 into 10 raised to minus 3. That much kilogram per hour.
So this is the final answer. നോക്കുക, ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു പ്രോബ്ലം വന്നാൽ നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അക്കോർഡിംഗ് ടു ഫിക്സ് ഫസ്റ്റ് ലോ ഓഫ് ഡിഫ്യൂഷൻ ജെ ഈക്വൽ ടു മൈനസ് ഡി ഇൻറ്റു ഡോ സി ബൈ ഡോ എച്ച്. ഓക്കെ, വേറെ ഇക്വേഷനും കൂടിയുണ്ട്, അതായത് മാസ് അല്ലേ, mass is equal to that much flux into that much area, so J into A. So according to first law, J equal to minus D into dou C by dou X. Dou C by dou X ന്റെ എല്ലാ ടേംസും നമുക്ക് തന്നിട്ടുണ്ട്. സോ ഓൾറെഡി മൈനസ് സൈൻ വരും, അപ്പോൾ മൈനസും മൈനസും അവിടെ ക്യാൻസൽ ആയി പോകും. സോ ഫൈനൽ ആൻസർ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി എല്ലാവരും. സെയിം പ്രോബ്ലത്തിൽ തന്നെ ചെറിയ ചേഞ്ച്. ദ പ്രീവിയസ് എക്സാമ്പിൾ, in the previous example, how much hydrogen will be purified per hour? How much hydrogen will be purified per hour? If the membrane is 3 mm thick. If the membrane is 3 mm thick. So initially it was 5 mm thick. So now it is, if it is 3 mm thick, what will be the how much hydrogen will be purified per hour? And all other conditions remains unchanged. In the previous example, how much hydrogen will be purified per hour if the membrane is 3 mm thick with all other conditions unchanged? ഒന്നത് വർക്കൗട്ട് ചെയ്തിട്ട് പറഞ്ഞ എത്രയാണ് ഫൈനൽ ആൻസർ? J is equal to minus D into dou C by dou H. ഇതാണ് നമ്മളെ ഇക്വേഷൻ. അതുപോലെ മാസ് ആണെങ്കിൽ മാസ് M equal to J into ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. മാസ് പെർ യൂണിറ്റ് ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്ന ഇക്വേഷൻ. ഇല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെ വരും? മാസ് ഈസ് ഈക്വൽ ടു മാസ് പെർ യൂണിറ്റ് ടൈമാണ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഇൻറ്റു ടൈം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻ ടേംസ് ഓഫ് ജെയിൽ നമുക്കത് എഴുതാം. ജെ ഈക്വൽ ടു മാസ് ഡിവൈഡ് ബൈ എ ഇൻറ്റു ടി. ടി ഈസ് ദ ടൈം. നമുക്ക് ഇവിടെയുള്ളത് മാസ് പെർ യൂണിറ്റ് ടൈം ഉണ്ട്, ഡിവൈഡ് ബൈ എ ആണ്. അതുകൊണ്ട് മാസ് പെർ യൂണിറ്റ് ടൈം വിൽ ബി ഈക്വൽ ടു ജെ ഇൻറ്റു എ. ഈ രണ്ട് ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എത്ര വരും? ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡി ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്, 1 ഇൻറ്റു 10⁻⁻8 ഇൻറ്റു സി എച്ച് മൈനസ് സി എൽ അല്ലേ, ഡിവൈഡ് ബൈ 0 മൈനസ് എച്ച്. ദാറ്റ് മീൻസ് 1.5 മൈനസ് 0.3 ഡിവൈഡഡ് ബൈ -3 ഇൻറ്റു 10⁻⁻3. അത് മാത്രമാണ് ചേഞ്ച് ചെയ്തത് അല്ലേ, ഡിസ്റ്റൻസ് മാത്രം, അല്ലെങ്കിൽ തിക്നെസ് മാത്രമാണ് ചേഞ്ച് ചെയ്തത്. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി (1.44 into 10⁻²). Okay.
1.44 into 10 raised to minus 2. That much kilogram per meter cube second. So again need to convert into per hour. കാരണം per hour ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. So 1.44 into 10 raised to minus 2 into 3600, that much kilogram meter cube hour. So that will be equal to അത് 14.4 into 10 raised to minus 3. ഓക്കെ. സോ ഇവിടെ എത്ര കിട്ടുന്നത്? ഈ ആൻസർ എത്ര കിട്ടുന്നത്? ഇൻ സെക്കൻഡിൽ എത്ര കിട്ടുന്നത്? 4 into 4 into 10 raised to minus എത്ര കിട്ടും? 4 into 10 raised to minus 6 കിട്ടും. ഓക്കെ. ദാറ്റ് മച്ച് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് സെക്കൻഡ് ആണ്. 4 into 10 raised to minus 6 into 3600 kilogram per meter cube വരും. That means 1.44 into 10 raised to minus 2 kilogram meter cube hour. 14.4 into 10 raised to minus 3 എന്ന് വരും അല്ലെങ്കിൽ. ഓക്കെ. സോ ഇപ്പോൾ കിട്ടുന്ന എത്രയാണ്? ടോട്ടൽ നമുക്ക് ജെൻ്റെ വാല്യൂ ആണ് കിട്ടിയത്. നമുക്ക് എന്താ കിട്ടേണ്ടത്? മാസാന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചതല്ല, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ. സോ ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ജെ. മാസം എങ്ങനെ കണ്ടുപിടിക്കും? സോ ഇത് ഡിഫ്യൂഷൻ ഫ്ലക്സ് ആണ് കിട്ടിയത് അല്ലേ? മാസ് പെർ ടൈം അല്ലേ ഇസ് ഈക്വൽ ടു ജെ ഇൻറ്റു എ. That is equal to 1.44 into 10 raised to minus 2 kilogram per meter cube hour into 0.2 meter square. So will be equal to 2.88. 2.8 into 10 raised to 2.88 into 10 raised to minus 3 kilogram per hour. അപ്പോൾ മാസ് പെർ ടൈം ആണത്. അല്ല, മാസാണ് നമുക്ക് ടോട്ടൽ മാസാണ് കിട്ടിയത്. ഇത് ടോട്ടൽ മാസാണ്. മാസ് പെർ യൂണിറ്റ് ടൈം ചോദിച്ചാൽ നമുക്കത് പെർ സെക്കൻഡിൽ ചെയ്യേണ്ടി വരും. ഓക്കെ. മാസ് പെർ യൂണിറ്റ് ടൈം ആണെങ്കിൽ ഡിവൈഡ് ബൈ ഹവറിൽ സെക്കൻഡിലേക്ക് ആക്കണം. ഡിവൈഡ് ബൈ 3600 ആക്കിയാൽ നമുക്ക് ദാറ്റ് കിട്ടും. ഓർ മാസ് പെർ യൂണിറ്റ് ടൈം കിട്ടും. ഹിയർ ദേ ആർ ആസ്കിങ് ദ ടോട്ടൽ മാസ് പെർ ഹവറാ ചോദിക്കുന്നത് അല്ലേ? ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ. So one more question is there. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി. At the surface of a steel bar, at the surface of a steel bar, there is one carbon atom per 20 unit cells of iron. At the surface of a steel bar, there is one carbon atom per 20 unit cells of iron. At 1 mm beneath the surface, beneath one താഴെ അല്ലേ, under. At 1 mm beneath the surface, there is one carbon atom per 30 unit cells. There is one carbon atom per 30 unit cells. അപ്പോൾ ഇവിടെ എന്താണ് ഡിഫ്യൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ്? കാർബൺ ആറ്റം സ്റ്റീൽ ബാറിലേക്ക് ഡിഫ്യൂസ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ സർഫസിൽ അത് ഓൾറെഡി അതിൻ്റെ പ്രസൻസ് ഉണ്ട്. പക്ഷേ 1 mm തിക്നെസ് അണ്ടർ ബിനീത്തിൽ എന്താണ്? അതിൻ്റെ പ്രസൻസ് കുറവാണ്. ഓക്കെ. സോ ഇൻ ദ സർഫസ് ഇറ്റ് ഈസ് ഏത് റേഷ്യോയിലുള്ളത്? 20 യൂണിറ്റ് സെല്ലിൽ ഒരു കാർബൺ ആറ്റം എന്നുള്ള റേഷ്യോയിലുണ്ട്. ബട്ട് ബിനീത്ത് 1 mm ഫ്രം ദ സർഫസ് അതെങ്ങനെയാണെന്നുള്ളത്? 30 യൂണിറ്റ് സെൽസിന് മാത്രമേ 1 കാർബൺ ആറ്റം ഉള്ളൂ. കുറവാണ് കോൺസെൻട്രേഷൻ. ആൻഡ് ദ ഡിഫ്യൂസിവിറ്റി അറ്റ് 1000 ഡിഗ്രി സെൽഷ്യസ് ഈസ് 3 into 10 raised to minus 11 meter square per second. 1000 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ടെമ്പറേച്ചറിൽ അതിൻ്റെ ഡിഫ്യൂസിവിറ്റി എത്രയാണ്? വളരെ കുറവാണല്ലേ? 3 into 10 raised to minus ആണ്. 10 raised to minus 10th power of minus 11 meter square per second. ഒരു സെക്കൻഡിലാണ് ഇത്. The structure is FCC at 1000 degree Celsius.
അപ്പോൾ സ്റ്റീലിൻ്റെ സ്ട്രക്ചർ എത്ര ഹൈ ടെമ്പറേച്ചർ ആണ് അറ്റ് 1000 C അതിൻ്റെ സ്ട്രക്ചർ FCC സ്ട്രക്ചർ ആണല്ലേ. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് അലോട്രോപ്പിക് ഫോംസിൽ അത് എക്സിസ്റ്റ് ചെയ്യുമല്ലോ സ്റ്റീൽ. സോ ഹിയർ ഇറ്റ് ഈസ് FCC സ്ട്രക്ചർ വിത്ത് എ, അതിൻ്റെ ലാറ്റിസ് പാരാമീറ്റർ എ അല്ലെങ്കിൽ യൂണിറ്റ് സെല്ലിൻ്റെ ഒരു എഡ്ജാണ് എ, വിത്ത് എ ഈക്വൽ ടു 0.365 നാനോ, വിത്ത് എ ഈക്വൽ ടു 0.365 നാനോമീറ്റർ. നാനോ പറഞ്ഞാൽ 10⁻⁻⁹. മൈക്രോ മീൻസ് 10⁻⁻⁶. മില്ലി മീൻസ് 10⁻⁻3. സോ ആങ്സ്ട്രോൺ എന്തായിരുന്നു 10⁻⁻10. ദാറ്റ് മച്ച് മീറ്റേഴ്സ്. അപ്പോൾ നാനോമീറ്റർ ആണ്. നാനോമീറ്റർ പറയുമ്പോൾ 10⁻⁻9 മീറ്റർ. So A equal to 0.365 nanometer. How many carbon atoms diffuse through each unit cell per minute? അപ്പോൾ പെർ മിനിറ്റിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൗ മെനി കാർബൺ ആറ്റംസ് ഡിഫ്യൂസ് ത്രൂ ഈച്ച് യൂണിറ്റ് സെൽ പെർ മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ അറിയുന്നത് എന്താണ്? കാർബൺ കോൺസെൻട്രേഷൻ അറ്റ് ദ സർഫസ് എത്രയാണെന്ന് അറിയാം. കാർബൺ കോൺസെൻട്രേഷൻ അറ്റ് 1 mm ഡെപ്ത് എത്രയാണെന്ന് അറിയാം അല്ലേ. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. First, initially, carbon concentration at the surface. Carbon concentration at the surface. For example, C1 is equal to എത്രയാണ് കോൺസെൻട്രേഷൻ ഉള്ളത്? കാർബൺ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു യൂണിറ്റ് സെല്ലിൽ അല്ലെ പെർ യൂണിറ്റ് സെല്ലിൽ എത്രയാണ് കോൺസെൻട്രേഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ യൂണിറ്റ് സെൽ പറയുമ്പോൾ ഹിയർ ഇറ്റ് ഈസ് ക്യൂബിക് യൂണിറ്റ് സെൽസ് അല്ലേ. സോ A ക്യൂബ് ആയിരിക്കും അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാർബൺ കോൺസെൻട്രേഷൻ സർഫസ് പെർ വോളിയം ആണ് നോക്കുന്നത്. സോ ദർ ഈസ് 1 കാർബൺ ആറ്റം ഫോർ 20 യൂണിറ്റ് സെൽസ് അല്ലേ. 20 യൂണിറ്റ് സെൽസിന് ഒരു കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് 1 ഫോർ 20 യൂണിറ്റ് സെൽസ്. 2 ഇൻറ്റു വോളിയം ഓഫ് യൂണിറ്റ് സെൽ or 20 into A cube, which is equal to 1 by 20 into A cube, which is equal to 1 by 20 into A എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 0.365 നാനോമീറ്റർ. ദാറ്റ് മീൻസ് 0.365 into 10⁻⁻⁹. that much nanometer cube അല്ലേ. What will be the answer? C1 എത്ര കിട്ടും? എത്ര കിട്ടും C1? 1.03. ഓക്കെ, 1.03 into 10⁻27. ഓക്കെ, അത്രയാണ് അവിടെ കിട്ടിയ കാർബൺ കോൺസെൻട്രേഷൻ. ഓക്കെ, സിമിലർലി C2 concentration at 1 mm beneath the surface. For example, let it be C2. എത്രയായിരിക്കും C2? സിമിലർലി നമുക്കത് എടുക്കാം. C2 will be equal to 1 by എത്ര യൂണിറ്റ് സെല്ലുണ്ട്? 30 യൂണിറ്റ് സെൽസ് ആർ ദർ. 30 into A cube, or which is equal to 1 by 30 into 0.365 into 10⁻⁻⁹ whole cube. അതെത്ര കിട്ടും?
അപ്പോൾ ഇത് കോൺസെൻട്രേഷൻ ആണ്, പെർ വോളിയം ആണ്, പെർ മീറ്റർ ക്യൂബ് ആണ്. ഹിയർ ഓൾസോ വിൽ ഗെറ്റ് പെർ മീറ്റർ ക്യൂബ്. എത്രയാണ് കോൺസെൻട്രേഷൻ വരുന്നത്? C2 0.68 into 10 raised to 27. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? ജസ്റ്റ് 2 കോൺസെൻട്രേഷൻ കിട്ടിയതേ ഉള്ളൂ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫിക്സ് ലോ ഉപയോഗിക്കാം. ഏതാണ്? ഫിക്സ് ഫസ്റ്റ് ലോ നമുക്ക് യൂസ് ചെയ്യാം. നൗ യൂസിങ് ഫിക്സ് ഫസ്റ്റ് ലോ, we have J is equal to minus D into dou C by dou X. D ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്. D തന്നിട്ടുണ്ട് എത്രയാ വാല്യൂ. Diffusivity at 1000 degrees Celsius is already given as 3 into 10 raised to minus 11. So it is minus of 3 into 10 raised to minus 11, that much meter square per second, into concentration already നമുക്കിപ്പോൾ കിട്ടിയല്ലേ, that is C2 minus C1 divided by 0 minus H. എത്രയാണെന്ന് ചെയ്ത് നോക്കിയേ. എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 1 mm ആണല്ലേ? എച്ചിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 1 mm ബിനീത്ത് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 3 into 10 raised to minus 11 into ഇവിടെ എത്ര കിട്ടും? 0.68 minus 1.03 into 10 raised to 27 കോമൺ ആണ്. 27 by 1 mm 10 raised to minus 3 എന്ന് വരും അല്ലേ? 10 raised to minus 3 എന്ന് വരും. മൈനസ് the value of J will be 1.05 into 10 raised to 19 meters square. okay 1.05 into 10 raised to 19 meter square second കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്? ഹൗ മെനി കാർബൺ ആറ്റംസ് ഡിഫ്യൂസ് ത്രൂ ഈച്ച് യൂണിറ്റ് സെൽ പെർ മിനിറ്റ്? ഹൗ മെനി കാർബൺ ആറ്റംസ് ഡിഫ്യൂസ് ത്രൂ ഈച്ച് യൂണിറ്റ് സെൽ പെർ മിനിറ്റ്? അപ്പോൾ അതിൽ എഴുതാം, താഴെ എഴുതാം. ഈച്ച് യൂണിറ്റ് സെൽ ഹാസ് എ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ഈച്ച് യൂണിറ്റ് സെൽ ഹാസ് എ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എത്രയാണ് നമുക്കറിയാം. അതിൻ്റെ എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ടല്ലേ, 0.365 അല്ലേ? ദാറ്റ് മച്ച് നാനോമീറ്റർ മീൻസ് 10 raised to minus 9, ദാറ്റ് മച്ച് മീറ്റർ. സോ ഏരിയ വിൽ ബി ദ സ്ക്വയർ ഓഫ് ദാറ്റ്. എ ആണ് എഡ്ജെങ്കിൽ എ സ്ക്വയർ ആയിരിക്കും ഏരിയ അല്ലേ? ദാറ്റ് മച്ച് ഏരിയ. ഹെൻസ് diffusion flux in terms of number of carbon atoms diffusing through each unit cell per minute അല്ലേ? പെർ മിനിറ്റ് ആണ് ചോദിച്ചത്. പെർ മിനിറ്റ് ഈസ് given by J UC. പെർ യൂണിറ്റ് സെൽ ആയതുകൊണ്ട് J UC എടുത്തു. is equal to J into that much meter square. എത്ര നമുക്ക് കിട്ടിയത്? J 1.05 into 10 raised to minus 90. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.05 into 10 raised to minus 19 meter square second, that into
area 0.365 is the edge length A into 10 raised to minus 9 is the edge length A. That much square. അപ്പോൾ അത്രയും സെക്കൻഡാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അത്രയും സെക്കൻഡാണ് നമുക്ക് കിട്ടുന്നത്. സോ we need to convert it to per minute. So we need to multiply it with 60. So we'll get the new answer as മൂന്നും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? സോ ദാറ്റ് മച്ച് 60 സെക്കൻഡ് പെർ മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ, 84 അല്ലെങ്കിൽ 83 പോയിന്റ് സംതിങ് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് ആയതുകൊണ്ട് 84 എടുക്കാം. ദാറ്റ് മച്ച് ആറ്റംസ് പെർ മിനിറ്റ്. ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് പ്രോബ്ലംസ് കിട്ടും, ഒരുപാട് ടെസ്റ്റ് നോക്കി ഒരുപാട് പ്രോബ്ലംസ് കിട്ടും. ഇനി സമയം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് പ്രോബ്ലംസ് മാത്രമേ നിങ്ങൾ ടെസ്റ്റിൽ സോൾവ് ചെയ്തിട്ടുള്ളൂ. ആ രീതിയിൽ ബേസിക് പ്രോബ്ലംസ് ചോദിക്കും. മെറ്റലർജി മെറ്റലർജി ഒരു തിയറിറ്റിക്കൽ പേപ്പറാണ്, പക്ഷേ ചെറിയ ചെറിയ പ്രോബ്ലംസ് ചോദിക്കാം ഈ മൊഡ്യൂൾസിനൊക്കെ. അപ്പോൾ ഡയറക്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക ഇക്വേഷൻ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ജസ്റ്റ് ലോജിക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഓക്കെ, ഒന്ന് അറ്റൻഡൻസ് ഒന്ന് പറയണം.